നോക്കൂ, ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് CPM-ന്റെ വിഷമവും CPM-ന്റെ സങ്കടവും ഞങ്ങൾ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. ലോക്കൽ ബോഡി കോർപ്പറേഷൻ തോറ്റു, പിന്നെ അസംബ്ലി 10 കൊല്ലം ഭരിച്ച് അതും തോറ്റു, ജനങ്ങളെ പുറത്താക്കി. പിന്നെ നിയമസഭയിൽ കൊണ്ടുവന്ന ധവളപത്രം CPM-ന്റെ 10 കൊല്ലത്തിൻ്റെ ഭരണത്തിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന സമയത്ത് എങ്ങനെയെങ്കിലും CPM ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ എന്തെങ്കിലും ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ടെന്നാണ് ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതിൽ എനിക്ക് ഒന്നോ രണ്ടോ കാര്യം CPM-ന്റെ ലീഡർഷിപ്പിനോട് പറയാനുണ്ട്. ഒന്നാമത്, CPM-ന് കോൺഗ്രസ് സ്പീക്കറിൻ്റെ ഓഫീസിൽ പോയി കലാപവും നാടകവും ചെയ്യാൻ സാധിക്കും. പക്ഷേ BJP മേയറിൻ്റെ ഓഫീസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ കലാപവും നാടകം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട്, അത് സഖാവ് പിണറായി വിജയനാണോ ഏത് സഖാവാണെങ്കിൽ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ത്യൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പോൾ ഞങ്ങളൊപ്പം ഇങ്ങനത്തെ നാടകമൊന്നും കളിക്കാൻ ശ്രമിക്കരുത്. അതിനുവേണ്ടി ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും എന്ന് ഞാൻ ഒന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്, ഞങ്ങളിത് പ്രതീക്ഷിച്ചതായിരുന്നു. പാർട്ടിയിൽ ഇതിനെക്കുറിച്ച് ഒരു 10-15 ദിവസം മുമ്പ് ഒരു ചർച്ച നടന്നായിരുന്നു. മേയർ ഇതിനെക്കുറിച്ച് എല്ലാം പുറത്ത് പറയുമ്പോഴും വിടുമ്പോഴും CPM ഒരു നാടകം നടത്തും, ഒരു പ്രതിഷേധ നാടകം നടത്തും എന്ന് ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് ഇങ്ങനത്തെ ഒരു ആവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഒരു ഫാർസായിരുന്നു ഇന്ന് അവർ ചെയ്തത്. ഇത് CPM-ന്റെ ഭാവിയെക്കുറിച്ച് CPM-ന് ഒരു മെസ്സേജ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് ആയിട്ടാണ് ഞാൻ കാണുന്നത്. മൂന്നാമത്തേത്, നോക്കൂ, സമരം ചെയ്യാനും പ്രതിഷേധിക്കാനും ഈ നാട്ടിൽ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷേ സമരം ആരാണ് ചെയ്യേണ്ടത്? എക്സാലോജിക്കിൻ്റെ സ്കാം കാണുമ്പോൾ ജനങ്ങളല്ലേ AKG സെൻറ്ററിന് മുമ്പിൽ പോയി സമരം ചെയ്യേണ്ടത്? 10 കൊല്ലം പടെ തൊഴിലില്ലായ്മ വിലക്കയറ്റം അഴിമതി ചെയ്ത CPM-ന്റെ ഓഫീസിന് മുമ്പിൽ ജനങ്ങളല്ലേ സമരം ചെയ്യേണ്ടത്? 45 കൊല്ലം കോർപ്പറേഷൻ ഭരിച്ച CPM തിരുവനന്തപുരത്ത് ഒരു വികസനവും ചെയ്യാണ്ട് ഇന്നും 45 കൊല്ലം കഴിഞ്ഞിട്ട് മാലിന്യവും കുടിവെള്ളവും തെരുവുനായ ശല്യവും 45 കൊല്ലം പരിഹരിക്കാണ്ട് CPM ഇരിക്കുമ്പോൾ CPM-ന്റെ ഓഫീസിന് മുമ്പിൽ പോയിട്ട് സമരം ചെയ്യേണ്ടത് ജനങ്ങളല്ലേ? അപ്പോൾ സമരം ചെയ്യാനും നിയമപരമായ സമരം ചെയ്യാൻ എല്ലാവർക്കും അവകാശമുണ്ട്. പക്ഷെ ആരാണ് സമരം ചെയ്യേണ്ടത്, ആരെതിരെയാണ് സമരം ചെയ്യേണ്ടത്, നമ്മളൊന്ന് ആലോചിക്കണം. ഞാൻ ഇന്ന് ഏറെ ബഹുമാനത്തോടും പിന്നെ റെസ്പോൺസിബിലിറ്റി പറയുന്നതാണ്. CPM-ന്റെ ഭരണകാലങ്ങൾ കഴിഞ്ഞു, അത് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. ജനങ്ങളും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി CPM-ന്റെ പ്രവർത്തകരും അവരെ ശ്രദ്ധ തിരിക്കാനാണ് ഇവർ ഈ ചെയ്യുന്ന നാടകങ്ങൾ. പക്ഷേ CPM-ന്റെ ഐഡിയോളജീൻ്റെ സമയവും CPM-ന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ സമയം അത് കഴിഞ്ഞു എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട്. അത് ജനങ്ങൾക്കും അങ്ങനത്തെ ഒരു അഭിപ്രായമുണ്ടെന്ന് ഞാൻ കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. LDF കൗൺസിലറും അത് അവർ ആരോപിക്കട്ടെ, നമ്മളെല്ലാവരും TV-യിൽ കണ്ടതല്ലേ. അതുണ്ടാവില്ല. നോക്കൂ, ഇതിൽ ഞാൻ ഇലക്ഷന് മുമ്പ് ഒരു പ്രഡിക്ഷൻ മുമ്പോട്ട് വെച്ചതാണ്. ഈ അസംബ്ലി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഈ സംസ്ഥാനത്തിൽ 2 മുന്നണികളായിരിക്കും, രാഷ്ട്രീയ മുന്നണികൾ. ഒന്ന് NDA, BJP നയിക്കുന്ന NDA, മറുവശത്ത് കോൺഗ്രസ് നയിക്കുന്ന ഇന്ത്യ അലയൻസും. അത് ആണ് ഇപ്പോൾ നടക്കുന്നത്. ED ഉദ്യോഗസ്ഥന്മാരെതിരെ ആക്രമണം എന്താണ് കോൺഗ്രസ് സർക്കാർ ചെയ്തത്? പോലീസ് എന്താണ് ചെയ്തത്? ഇന്ന് പോലീസ് എന്ത് ചെയ്തു? ഇതെല്ലാം നമുക്ക് കൃത്യമായി എല്ലാം ജനങ്ങളും കാണുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ട്. CPM-ഉം കോൺഗ്രസ് രണ്ടല്ല ഒന്നാണെന്ന് ഞങ്ങൾ 1 കൊല്ലമായി പറയുന്ന കാര്യമാണ്. ഇന്ന് അതിൻ്റെ മറ്റൊരു തെളിവ്. കൗൺസിലർ സുഗതം വിഷയത്തിലാണ് ഈ സമരം നടക്കുന്നത്. എന്തോ
സുഗതന്റെ വിഷയത്തിലാണ് സമരം നടക്കുന്നത്. ഇന്നലെ സർട്ടിഫിക്കറ്റ് ചെയ്യാൻ പറ്റില്ല, പുള്ളി ജയിലിലാണ്. അതെങ്ങനെയാണ് ഉദ്ദേശിച്ചത്? അല്ല, അത് മേയർ തീരുമാനിക്കാം. അത് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പബ്ലിക്കിലായിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും. നോക്കൂ, ഞാനൊന്നല്ല സംരക്ഷിക്കുന്നത്, നിയമമുണ്ട്. ഈ നാട് ഒരു റൂൾ ഓഫ് ലോ കൊണ്ട് നടക്കുന്ന ലാൻഡാണ്. ഇത് നോക്ക്, ഞാൻ പറയട്ടെ, കഴിയട്ടെ. ഇത് ഇവിടെ CPM അല്ല തീരുമാനിക്കേണ്ടത്. ഇവിടെ കോർട്സ് ഉണ്ട്, കച്ചേരി ഉണ്ട്, പോലീസ് ഉണ്ട്, അഡ്വക്കേറ്റ് ഉണ്ട്. അവർ ഒരു പ്രോസസ് ഉണ്ട്, അവർ തീരുമാനിക്കും. ഇവിടെ 45 കൊല്ലം ജനങ്ങളെ വിഡ്ഢിയാക്കി ആക്രമണ രാഷ്ട്രീയം ചെയ്ത CPM അല്ല തീരുമാനിക്കേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് CPM-നെ കുറിച്ച് കുറേ അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ അവർ നിയമവും ഭരണഘടനയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് ചിരിക്കാൻ മാത്രമല്ല, എന്താ ഒരു കോമഡി ആയിട്ട് ഞാൻ കാണുന്നു. അല്ല, ഞങ്ങളുടെ പ്രവർത്തനം അങ്ങനെ മുമ്പോട്ട് പോകുന്നു. ഞങ്ങൾ പറഞ്ഞില്ലേ, ഇത് പ്രതീക്ഷിച്ചതാണ്. സോറി, ഞാൻ അങ്ങനെ പറയാൻ പാടില്ല. ഇത് ഒരു വിഡ്ഢിത്തരമാണ് അവർ ചെയ്യുന്നത്. ഇത് 100% പൊട്ടത്തരമാണ് അവർ കാണിക്കുന്ന. ഇത് അവരൊരു ഡെസ്പറേഷൻ, അവരൊരു വിഷമം. ഇതുവരെ അവർക്ക് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ അല്ലെങ്കിൽ MLA-മാരുണ്ടായിരുന്നു. ഇന്ന് അതൊന്നുമില്ലാത്ത സ്ഥിതിയിലാണ് അവർ BJP CPM അവർക്കൊരു പ്രശ്നം, അവർ പ്രശ്നമായിട്ട് കാണുന്നത്. പക്ഷെ അത് ഞങ്ങളെ കുറ്റമല്ലല്ലോ. അതിന് ഞങ്ങളെ മേയറെ പോയി അടിക്കാൻ പോന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.